നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. മുഖ്യമന്ത്രിയായ VD സതീശനെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചതിൽ മൗനം വെടിഞ്ഞ് മുതിർന്ന കോൺഗ്രസ് നേതാവും നിയുക്ത MLA-യുമായ രമേശ് ചെന്നിത്തല കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശനെ നിശ്ചയിച്ച ഹൈക്കമാൻഡ് തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും 10 വർഷക്കാലത്തെ LDF ഭരണത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്തമാണ് UDF സർക്കാരിനുള്ളത് എന്നും ചെന്നിത്തല. സംസ്ഥാനത്തെ ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. 4,14,290 വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസ യോഗ്യത നേടി. 30,514 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും A+ സ്വന്തമാക്കി. വിജയ ശതമാനത്തിലും ഫുൾ A+ നേടിയവരുടെ ആകെ എണ്ണത്തിലും കുറവ്. പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചു. ലിറ്ററിന് 3 രൂപയാണ് കൂടിയത്. 5 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്നായിരുന്നു എണ്ണ കമ്പനികളുടെ ആവശ്യം. CNG വില കിലോയ്ക്ക് 2 രൂപയും വർദ്ധിപ്പിച്ചു. ജനങ്ങളുടെ പ്രതീക്ഷ നിറവേറ്റിക്കൊണ്ട് ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെ പദ്ധതികൾ നടപ്പിലാക്കി UDF സർക്കാർ മുന്നോട്ടു പോകുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും നിയുക്ത MLA-യുമായ K. മുരളീധരൻ. തർക്കങ്ങളെല്ലാം പരിഹരിച്ച് ടീം UDF ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ടു പോകുമെന്നും മുരളീധരൻ. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രിയായി VD സതീശനെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചതിൽ മൗനം വെടിഞ്ഞ് മുതിർന്ന കോൺഗ്രസ് നേതാവും നിയുക്ത MLA-യുമായ രമേശ് ചെന്നിത്തല കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശനെ നിശ്ചയിച്ച ഹൈക്കമാൻഡ് തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി ചെന്നിത്തല ഗുരുവായൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്നു പുലർച്ചെ ക്ഷേത്ര ദർശനത്തിന് ശേഷം മടങ്ങുമ്പോഴായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം. VD സതീശന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. 10 വർഷക്കാലത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിൽ നിന്നും കേരളത്തിലെ ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനുള്ളത്. ആ ഗവൺമെന്റിന് ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണയുണ്ടാകണമെന്നും ചെന്നിത്തല അഭ്യർത്ഥിച്ചു. മുഖ്യമന്ത്രിയായി നിയോഗിക്കപ്പെട്ട ശ്രീ VD സതീശന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും UDF പ്രവർത്തകരുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒപ്പം സതീശന് ആശംസകളും നേർന്നു. മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് മന്ത്രിസഭയിൽ ആരു വേണമെന്ന് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകണമെന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. 10 വർഷത്തെ ഇടതു ദുർഭരണത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനാണ് ജനവിധി എന്നും UDF പ്രവർത്തകർ സതീശനോടൊപ്പം ഉണ്ടാകുമെന്നും ചെന്നിത്തല പറഞ്ഞു. 10 വർഷക്കാലത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനുള്ളത്. ആ ഗവൺമെന്റിന് ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണ ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ദർശനത്തിനു ശേഷം ട്രെയിൻ മാർഗം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങി. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ വ്യാഴാഴ്ച രാത്രി ഗുരുവായൂരിലെത്തിയ ചെന്നിത്തല ആദ്യം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റിക്കൊണ്ട് ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കി UDF സർക്കാർ മുന്നോട്ടു പോകുമെന്ന് നിയുക്ത MLA K. മുരളീധരൻ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് മുരളീധരൻ ഗുരുവായൂരിൽ എത്തിയത്. രാവിലെ 6 മണിയോടെ ക്ഷേത്രത്തിലെത്തി സോപാനപ്പടിയിൽ കദളിക്കുലയും നെയ്യും സമർപ്പിച്ചു. കോഴിക്കോട് സ്വദേശിയായ പാർട്ടി പ്രവർത്തകന്റെ വക വഴിപാടായി അവിൽ കൊണ്ട് തുലാഭാരവും നടത്തി. തുടർന്ന് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലും ദർശനം നടത്തി അനിഴം പുഷ്പാഞ്ജലി വഴിപാടാക്കി. കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ശിവൻ പാലിയത്തിന്റെ വക വഴിപാടായി 5 പറയും സമർപ്പിച്ചു. അച്ഛന്റെ പാത പിന്തുടർന്ന് മുരളീധരൻ മലയാള മാസം 1-ാം തീയതികളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്താറുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ മന്ത്രിസഭയിലോ പാർട്ടി നേതൃത്വത്തിലോ ചേരുന്ന കാര്യം തീരുമാനിക്കാനുള്ള വ്യക്തിപരമായ അവകാശം രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയുക്ത മുഖ്യമന്ത്രി VD സതീശനിൽ ജനങ്ങൾ വലിയ പ്രതീക്ഷയാണ് അർപ്പിച്ചിരിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ആർജിച്ചുകൊണ്ടും എല്ലാവരെയും ഒരുപോലെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടും മികച്ചൊരു ക്യാബിനറ്റ് ഉണ്ടാക്കാൻ പുതിയ മുഖ്യമന്ത്രിക്ക് സാധിക്കണം. ജനങ്ങൾ അർപ്പിച്ച ആ വിശ്വാസം നിലനിർത്തേണ്ട വലിയ ഉത്തരവാദിത്തം VD സതീശനുണ്ടെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. രമേശ് ചെന്നിത്തലയ്ക്ക് എക്കാലത്തും അർഹിക്കുന്ന എല്ലാ അംഗീകാരവും പാർട്ടി നൽകിയിട്ടുണ്ടെന്നും
അത് അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യമാണെന്നും ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തെ ഒരിടത്ത് മാറ്റി നിർത്തിയിട്ടില്ലല്ലോ. അദ്ദേഹം എത്ര വർഷത്തെ സീനിയോറിറ്റി ഉണ്ട്. അദ്ദേഹം KSUവിൻ്റെ കേരളത്തിലെ പ്രസിഡൻ്റായിരുന്നു, NSUയുടെ പ്രസിഡൻ്റായിരുന്നു, കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു, അദ്ദേഹം ദേശീയ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു. അതുപോലെ തന്നെ 25-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ MLA ആക്കി, 27-ന് മന്ത്രിയാക്കി, നിരവധി പ്രാവശ്യം കോട്ടയത്തും മാവേലിക്കരയും പാർലമെൻറ്റ് അംഗമാക്കി, പിന്നീട് AICC സെക്രട്ടറിയാക്കി, പിന്നീട് അദ്ദേഹത്തെ പാർട്ടി അസംബ്ലിയിലേക്ക് മത്സരിപ്പിച്ചു. 9 വർഷക്കാലം KPC പ്രസിഡൻ്റായിരുന്നു. അതിനുശേഷം ഉമ്മൻചാണ്ടിയുടെ ക്യാബിനറ്റിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പിന്നീട് പ്രതിപക്ഷ നേതാവായി വന്നു. അപ്പോൾ അദ്ദേഹത്തിന് പാർട്ടി കൊടുക്കേണ്ട എല്ലാ അംഗീകാരവും കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും ആർക്കും ഒരു തർക്കവുമില്ല. അദ്ദേഹത്തിനും തർക്കമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംസാരിക്കാൻ അനുമതി നൽകിയില്ലെന്ന് ആരോപിച്ച് BJP കൗൺസിലർമാർ നടത്തിയ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് കുന്നംകുളം നഗരസഭയുടെ അടിയന്തര കൗൺസിൽ യോഗം അജണ്ടകൾ ചർച്ച ചെയ്യാതെ അവസാനിപ്പിച്ചു. ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ചെയർപേഴ്സൺ ഒളിച്ചോടുകയാണെന്ന് BJP കൗൺസിലർമാർ ആരോപിച്ചപ്പോൾ വിഷയങ്ങൾ ആവർത്തിച്ച് വിലപ്പെട്ട സമയം പാഴാക്കുകയാണെന്ന് നഗരസഭാ അധ്യക്ഷയും പ്രതികരിച്ചു. വെള്ളിയാഴ്ച ചേർന്ന യോഗത്തിൽ അജണ്ട ചർച്ച ചെയ്യുന്നതിന് മുന്നോടിയായുള്ള ശൂന്യവേളയിൽ സംസാരിക്കാൻ ചെയർപേഴ്സൺ അനുമതി നിഷേധിച്ചു എന്നാരോപിച്ചായിരുന്നു BJP കൗൺസിലർമാരുടെ പ്രതിഷേധം. മഴക്കാലപൂർവ്വ ശുചീകരണം, സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പായി തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണുക, തകർന്നു വീഴാറായ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BJP അംഗങ്ങൾ രംഗത്തെത്തിയത്. പ്രതിഷേധം ശക്തമായതോടെ മുദ്രാവാക്യം വിളികളുമായി ചെയർപേഴ്സന്റെ ചേംബറിന് മുന്നിലെത്തിയ BJP അംഗങ്ങൾ വായിക്കാൻ അനുവദിക്കാതെ അജണ്ട പിടിച്ചുവാങ്ങി. ബഹളം നിയന്ത്രണാതീതമായതോടെ ചർച്ചകളൊന്നും നടത്താനാകാതെ യോഗം അവസാനിപ്പിക്കുകയായിരുന്നു. ജനകീയ വിഷയങ്ങളെ നേരിടാൻ ഭയമുള്ളതുകൊണ്ടാണ് ചെയർപേഴ്സൺ സംസാരിക്കാനുള്ള അവസരം നിഷേധിച്ചതെന്നും BJP കൗൺസിലർമാരുടെ വായടപ്പിക്കാമെന്ന് വിചാരിക്കേണ്ടെന്നും ശ്രീജിത്ത് ആവേൻ, ഷജീഷ് കെല്ലപ്പൻ എന്നിവർ പറഞ്ഞു. ഞങ്ങൾ ഈ കൗൺസിലറിന് ഞങ്ങളുടെ വാർഡിൻ്റെ വിഷയങ്ങൾ സംസാരിക്കാനാണ്. കഴിഞ്ഞ ദിവസം 34-ാം വാർഡ് ചിറ്റന്നൂർ മേഖലയിൽ പ്രവാസി കൂടിയായ ഒരു സുഹൃത്തിനാണ് നായ കടിച്ചത്. തെരുവുനായ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വാർഡിൽ നടക്കുന്ന വിഷയങ്ങൾ ഇവിടെ കൗൺസിലിൽ പറയാൻ വേണ്ടി വരുമ്പോൾ ചെയർപേഴ്സൺ നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം നിഷേധിക്കുന്ന തരത്തിലാണ് ചെയർമാൻ്റെ ഭാഗത്തുണ്ടായത്. അതിൽ നിന്ന് ശക്തമായ പ്രതിഷേധമാണ്. പ്രതിപക്ഷ കൗൺസിലർമാരെ വായടപ്പിക്കാൻ കുന്നംകുളം നഗരസഭാ ചെയർമാന് കഴിയില്ല എന്നുകൂടിയാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്നാൽ പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിൽ മുമ്പ് പറഞ്ഞ അതേ വിഷയങ്ങൾ തന്നെ വീണ്ടും ഉന്നയിച്ച് സമയം കളയാൻ ശ്രമം നടത്തിയ BJP അംഗങ്ങളോട് അത് അവസാനിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ വ്യക്തമാക്കി. പക്ഷേ ഈ അടിയന്തര കൗൺസിൽ ആകുമ്പോൾ ഈ കുന്നംകുളം നഗരസഭയിലാണ് ഇങ്ങനെയുള്ളതെന്ന് 0 അവർ പലപ്പോഴും നമ്മളത് അനുവദിച്ച് കൊടുക്കാറുണ്ട്, വാർഡിലെ വിഷയങ്ങൾ പറയും. പക്ഷേ ഈ അടിയന്തര കൗൺസിലുകൾ വിളിക്കുമ്പോഴും ഈ പറഞ്ഞ വിഷയങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് വെറുതെ പ്രധാനപ്പെട്ട അജണ്ടകൾ ചർച്ച ചെയ്യാതെ വെറുതെ സമയം കളയുകയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇന്ന് പ്രതിഷേധം വരേണ്ടത്. പ്രധാനപ്പെട്ട 2-3 അജണ്ടകളൊന്നും ചർച്ച ചെയ്യാൻ പറ്റില്ല, കൗൺസിലിൽ ചർച്ച ചെയ്യാൻ പറ്റിയില്ല. നഗരസഭ ആദ്യമായി സ്വന്തമായി വാങ്ങിയ JCB, ലോറി എന്നിവയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട കരട് ബൈലോ ചർച്ച ചെയ്യുന്നതിനും അംഗീകരിക്കുന്നതിനുമായാണ് അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തത്. ബൈലോ അംഗീകരിച്ചതിനു ശേഷമേ വാഹനങ്ങൾ ശുചീകരണ പ്രവൃത്തികൾക്ക് ഉപയോഗിക്കാനാകൂ. ചെറിയ വിഷയങ്ങളുടെ പേരിൽ BJP കൗൺസിലർമാർ നടത്തിയ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടികൾ മുടങ്ങുന്ന സാഹചര്യമുണ്ടായതെന്നും അവർ കൂട്ടിച്ചേർത്തു. പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്ന് ബൈലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരട് ബൈലോ ആണ്. അതിൽ കുറേ കൂടി മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് കഴിഞ്ഞ ദിവസം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലൊക്കെ ബൈലോ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ മാറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബൈലോ കൂടി അംഗീകരിച്ചുകൊണ്ട് പുതിയൊരു ബൈലോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വാഹനങ്ങൾ നഗരസഭയുടെ ആവശ്യങ്ങൾക്കും അതോടൊപ്പം തന്നെ എല്ലാ സമയത്തും JCB പോലുള്ള നഗരസഭയിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് പുറമേ ഉള്ള ജനങ്ങൾക്ക് മിതമായ നിരക്കിലൊക്കെ അവർക്ക് കൂടി നൽകണം എന്ന രീതിയിലുള്ള ഒരു ബൈലോ ആണ് തയ്യാറാക്കിയിട്ടുള്ളത്.
സംസ്ഥാനത്ത് ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07 വിജയ ശതമാനമാണ് ഇക്കുറിയുള്ളത്. വിജയ ശതമാനം കുറഞ്ഞിട്ടുണ്ട്. 4,14,290 വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി യോഗ്യത നേടി. 30,514 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും A+ സ്വന്തമാക്കി. കഴിഞ്ഞ തവണ 61,449 വിദ്യാർത്ഥികൾക്കാണ് എല്ലാ വിഷയങ്ങളിലും A+ ലഭിച്ചത്. 99.22% പെൺകുട്ടികൾ യോഗ്യത നേടി. വിജയ ശതമാനത്തിൽ പെൺകുട്ടികളാണ് മുന്നിൽ. 20,771 പെൺകുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ഉണ്ട്. 9,743 ആൺകുട്ടികൾ എല്ലാ വിഷയങ്ങളിലും A+ സ്വന്തമാക്കി. പ്രൈവറ്റ് പരീക്ഷാ ഫലത്തിൽ 251 പേർ പരീക്ഷ എഴുതിയതിൽ 189 പേർ വിജയിച്ചു. 75.3% വിജയം. വിജയ ശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല കുട്ടനാടാണ്. ജില്ല 100% വിജയം നേടി. വിജയ ശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല പത്തനംതിട്ടയാണ്. കൊല്ലം ജില്ലയിലെ 11.6% കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. 3,059 സ്കൂളുകളിൽ പരീക്ഷ നടന്നു. 72 ക്യാമ്പുകളിലായിട്ടാണ് മൂല്യനിർണ്ണയം നടത്തിയത്. ഡിജി ലോക്കറിലും വാട്സപ്പ് സന്ദേശത്തിലും ഫലം ലഭിക്കും. സേ പരീക്ഷ ജൂൺ ആദ്യവാരം നടക്കും. ജൂൺ അവസാനത്തോടെ ഫലപ്രഖ്യാപനം ഉണ്ടാകും. പുനർമൂല്യനിർണ്ണയത്തിന് മെയ് 16 മുതൽ 21 വരെ അപേക്ഷിക്കാം. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ വിജയത്തിളക്കത്തിൽ കുന്നംകുളം മേഖലയിലെ വിദ്യാലയങ്ങൾ. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം പുറത്തുവന്നപ്പോൾ കുന്നംകുളം മേഖലയ്ക്ക് അഭിമാന നേട്ടം. മേഖലയിലെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖ സ്കൂളുകൾ 100% വിജയം കൈവരിച്ച് വിജയത്തിളക്കം നിലനിർത്തി. കുന്നംകുളം ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെൻറ് മോഡൽ ഗേൾസ് ഹൈസ്കൂൾ, MJD ഹൈസ്കൂൾ എന്നിവയാണ് എല്ലാ വിദ്യാർത്ഥികളെയും ഉപരിപഠനത്തിന് അർഹരാക്കിക്കൊണ്ട് 100% വിജയം സ്വന്തമാക്കിയത്. മുൻവർഷങ്ങളിലെ മികച്ച വിജയക്കുതിപ്പ് ഇത്തവണയും ആവർത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ ആഹ്ലാദത്തിലാണ് വിദ്യാലയങ്ങൾ. വിജയശതമാനത്തിൽ മുന്നിലെത്തിയതിനു പുറമെ നിരവധി വിദ്യാർത്ഥികളാണ് എല്ലാ വിഷയങ്ങളിലും A+ നേടി വിദ്യാലയങ്ങളുടെ അഭിമാനമായി മാറിയത്. അധ്യാപകരും PTA സംയുക്തമായി നടപ്പിലാക്കിയ പ്രത്യേക പരിശീലനങ്ങളും പരീക്ഷാ മുന്നൊരുക്കങ്ങളുമാണ് ഈ വൻ വിജയത്തിന് പിന്നിലെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. കുന്നംകുളത്തെ 2 സർക്കാർ സ്കൂളുകളും തുടർച്ചയായ വർഷങ്ങളിൽ 100 മേനി നേടുന്നത് നാടിന് വലിയ അഭിമാനമാണ് സമ്മാനിക്കുന്നത്. ഇതിനു പുറമെ എയ്ഡഡ്, അൺഎയ്ഡഡ് വിദ്യാലയങ്ങളും മികച്ച വിജയം തന്നെയാണ് സ്വന്തമാക്കുന്നത്. നേട്ടം കൈവരിച്ച വിദ്യാലയങ്ങളിലേക്ക് അനുമോദനവുമായി കുന്നംകുളം നഗരസഭാ അധികൃതർ എത്തി. ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ആർഷ ജിജു, പുഷ്പ ജോൺ, മിനി മോൺസി, മിഷ സെബാസ്റ്റ്യൻ എന്നിവർ നേരിട്ടെത്തി മധുരം നൽകി അധ്യാപകരെ അഭിനന്ദിച്ചു. പുന്നയൂർ പഞ്ചായത്ത് ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡരികിൽ നിന്ന് നീക്കം ചെയ്യുന്നില്ലെന്ന് ആക്ഷേപം. മാലിന്യം റോഡരികിൽ സ്ഥാപിച്ച കളക്ഷൻ CMDF മിനി മെറ്റീരിയൽ കളക്ഷൻ പോയിന്റിൽ കുന്നുകൂടി കിടക്കുന്ന സ്ഥിതിയാണ്. പുന്നയൂർ പഞ്ചായത്ത് എടക്കഴിയൂർ കാജ കമ്പനി സിംഗപ്പൂർ പാലസിന് പടിഞ്ഞാറ് ഹൽവ ബസാർ റോഡിലും പഞ്ചവടി ക്ഷേത്രത്തിന് പുറകിലായിട്ടുമാണ് മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടി നിൽക്കുന്നത്. മാസങ്ങൾ കഴിഞ്ഞിട്ടും മാലിന്യം നീക്കം ചെയ്യാത്തത് പഞ്ചായത്ത് ഭരണസമിതിയുടെ വീഴ്ചയാണെന്ന് LDF ആരോപിച്ചു. ഇനിയും നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുമെന്ന് CPM പുന്നയൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KB ഫസലുദ്ദീൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KV അബ്ദുൽ കരീം, TM വിക്രമൻ എന്നിവർ അറിയിച്ചു. പുന്നയൂർ പഞ്ചായത്തിൻ്റെ എല്ലാ തെരുവും ഇതേപോലെ എല്ലാ വാർഡുകളിലും ഹരിതകർമ്മസേന കളക്ട് ചെയ്ത പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കൊണ്ടുപോവാതെ ഇവിടെ കെട്ടിക്കെടുക്കുകയാണ്. മഴക്കാലം വരുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള ആഘാതം ഈ നാടിനകത്തുണ്ടാവും. അതുപോലെ ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ സ്കൂളുകളും വിദ്യാർത്ഥികളും ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളുകൾ നിലനിൽക്കുന്ന പ്രദേശമാണ് ഇവിടെ. ആ സ്കൂളുകളിലെല്ലാം കുട്ടികൾ ഈ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. മാറാരോഗങ്ങൾ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ ഭരണാധികാരികൾ ഈ വിഷയം വളരെ കൃത്യമായി ഏറ്റെടുത്ത് ഈ തെരുവ് എല്ലാം ക്ലീനാക്കണമെന്നാണ് LDFൻ്റെ പുന്നയൂർ പഞ്ചായത്ത് കമ്മിറ്റിക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് LDF മുന്നോട്ട് പോകുമെന്നാണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. വേലൂർ പഞ്ചായത്തിലെ തയ്യൂരിൽ നീർത്തടം മണ്ണിട്ട് നികത്താൻ പഞ്ചായത്ത് ഭരണസമിതി ഒത്താശ ചെയ്തുവെന്ന ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ആരോപണങ്ങൾ വാസ്തവവിരുദ്ധമാണെന്നും പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ അറിയിച്ചു.
തയ്യൂർ മടത്തിപ്പറമ്പിന് സമീപം 1.5 ഏക്കറോളം സ്ഥലമാണ് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തുന്നത്. തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ചാണ് സ്വകാര്യ വ്യക്തി ഭൂമി നികത്തുന്നതെന്നും വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്ന പ്രദേശത്ത് പരിസരവാസികളെ ബുദ്ധിമുട്ടിലാക്കുന്ന പ്രവൃത്തിക്ക് പഞ്ചായത്ത് ഭരണസമിതി കൂട്ടുനിൽക്കുകയാണെന്നും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ആരോപിച്ചിരുന്നു. എന്നാൽ രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് സ്ഥലം സന്ദർശിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ പറഞ്ഞു. ആ രീതിയിൽ വേണ്ട കാര്യങ്ങളുമായിട്ട് പഞ്ചായത്ത് ഇവിടുത്തെ ജനങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് തന്നെയാണ് പറയാൻ നമുക്കുള്ളത്. ഒരു രാഷ്ട്രീയപരമായിട്ട് ഇല്ലാത്ത ആരോപണങ്ങളുമായിട്ട് നമ്മളുടെ കരിവാരി തേക്കാൻ വരുമ്പോൾ ജനങ്ങളോട് സത്യസന്ധമായിട്ട് പെരുമാറാനായിട്ട് ഈ ആളുകൾ തയ്യാറാവണം എന്നുകൂടിയാണ് ഞങ്ങൾക്ക് ഇവിടെ പറഞ്ഞു വെക്കാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ ഇതുവരെയും ഒരു പരാതിയും ലഭിച്ചിട്ടില്ല. മാത്രമല്ല, മണ്ണെടുക്കുന്നതിനും ഭൂമി നികത്തുന്നതിനും അനുവാദം നൽകുന്നതിനുള്ള അധികാരം പഞ്ചായത്തിനില്ല. പഞ്ചായത്ത് ഭരണവും കേരളത്തിന്റെ ഭരണവും നഷ്ടപ്പെട്ടതിലുള്ള മനോവിഷമത്തിലാണ് ഇത്തരത്തിൽ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. സ്ഥലം മണ്ണിട്ട് നികത്തുന്നതിൽ പരിസരവാസികൾക്ക് പരാതിയില്ല. അതേസമയം രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടാകുമോ എന്ന ആശങ്കയുണ്ട്. ഇത് പരിഹരിക്കുന്നതിനു വേണ്ടി വെള്ളം ഒഴുകിപ്പോകാനുള്ള പാകത്തിന് കാന നിർമ്മിക്കാൻ സ്ഥലം ഉടമയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രദേശത്തെ വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുവാൻ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് കാനയുടെ നിർമ്മാണം നടക്കുന്നുണ്ടെന്നും രാഷ്ട്രീയ മുതലെടുപ്പിനല്ല പ്രശ്നപരിഹാരത്തിനാണ് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കേണ്ടതെന്നും സ്വപ്ന രാമചന്ദ്രൻ പറഞ്ഞു. വാർഡ് മെമ്പർമാരായ ഷൈനി ഫ്രാൻസിസ്, അബൂബക്കർ, അൻസാർ, ഷീന സാബു എന്നിവരും പ്രസിഡന്റിനോടൊപ്പം ഉണ്ടായിരുന്നു. പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചു. ലിറ്ററിന് 3 രൂപയാണ് കൂടിയത്. മെയ് 15-ന് വില വർദ്ധിപ്പിക്കുമെന്ന നേരത്തെ സൂചനയുണ്ടായിരുന്നു. 5 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്നായിരുന്നു എണ്ണ കമ്പനികളുടെ ആവശ്യം. എന്നാൽ 3 രൂപ വർദ്ധിപ്പിക്കാനാണ് കേന്ദ്രം അനുമതി നൽകിയത്. CNG വില കിലോയ്ക്ക് 2 രൂപയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ എണ്ണ കമ്പനികൾക്ക് പ്രതിമാസം ഏകദേശം 30,000 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം നേരിടുന്ന സാഹചര്യത്തിൽ മെയ് 15-ന് മുൻപ് ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുമെന്ന് റിപ്പോർട്ട് വന്നിരുന്നു. ഗാർഹിക LPG സിലിണ്ടറുകളുടെ വിലയിലും വർധനവുണ്ടായിരിക്കാം. 4 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് പെട്രോൾ ഡീസൽ വിലയിൽ വർധനവുണ്ടാകുന്നത്. 2022 മുതൽ ചില്ലറ വിൽപ്പന നിരക്കുകൾ വലിയ തോതിൽ മരവിപ്പിച്ചിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിനിടെ ക്രൂഡ് ഓയിൽ വില ബാരലിന് $70 നിന്ന് $126 ഉയർന്നതിനെ തുടർന്നാണ് പ്രതിസന്ധി രൂക്ഷമായത്. ഞമനങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ നേതൃത്വത്തിൽ പ്രശസ്ത കാസ്റ്റിംഗ് ഡയറക്ടർ രാജേഷ് നാരായണനുമായി മുഖാമുഖം സംഘടിപ്പിച്ചു. തിയേറ്റർ വില്ലേജിന്റെ നേതൃത്വത്തിൽ 2025 മുതൽ സംഘടിപ്പിച്ചു വരുന്ന ഭാവരസ ആക്ടിംഗ് വർക്ക്ഷോപ്പ് സീരീസിലെ 4ാം ചാപ്റ്ററായിരുന്നു കോഫി വിത്ത് രാജേഷ് നാരായണൻ. കുനമുച്ചി കലാ ഓഡിറ്റോറിയത്തിൽ കോഫി വിത്ത് രാജേഷ് നാരായണൻ എന്ന പേരിൽ സംഘടിപ്പിച്ച സംവാദ പരിപാടിയുടെ ഉദ്ഘാടനം കുനമുച്ചി കലയുടെ സെക്രട്ടറിയും സാംസ്കാരിക പ്രവർത്തകനുമായ TV ജോൺസൺ നിർവഹിച്ചു. മറ്റൊരു പ്രതീകം ഏറെക്കുറെ ഒരു വേറിട്ട കാഴ്ചയാണ്. 2-3 വർഷക്കാലായിരുന്നു, അല്ലെ, ഏകദേശം 3 വർഷക്കാലായിരുന്നു വളരെ സജീവമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പ്രോഗ്രാമിൻ്റെയൊക്കെ ചുമതലയുള്ള മുഖ്യ സംഘാടകനായിരുന്നു രാജേഷ് നാരായണൻ. അവിടെ കിടന്ന് അവരോടൊപ്പം കിടന്ന് ഇന്നും ഞമനങ്ങാട് തിയേറ്റർ ചെയർമാൻ രാജൻ പുഷ്പാഞ്ജലി അധ്യക്ഷനായി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിനു ജോൺസൺ, സാഫിറ അസീസ്, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ബാബു നാസർ, പ്രമുഖ ലൈറ്റ് ഡിസൈനർ ഷൈമോൻ ചേലാട്, CCTV ഡയറക്ടർ KC ജോസ്, അഭിനേതാക്കളായ സുജ രാജേഷ് അമ്പലപ്പാട്ട്, രാകേഷ് ബാബു, ജോസ് പൂക്കൾ, തിയേറ്റർ വില്ലേജ് ഭാരവാഹികളായ പ്രദീപ് നാരായണൻ, സുനിൽ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സിനിമയിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ശരിയായ ഗൈഡൻസിനു വേണ്ടി സംഘടിപ്പിച്ച സംവാദത്തിൽ മലയാള സിനിമയിലെ കാസ്റ്റിംഗ് ഡയറക്ടർ രാജേഷ് നാരായണൻ ചടങ്ങിൽ പങ്കെടുത്തവരുമായി സംവദിച്ചു. 2014-ലാണ് ഞാൻ CCTV ന്യൂസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായി ജോലി ചെയ്യുന്നത്. ആ സമയത്ത് ഒരു കാലം എൻ്റെ മുന്നിൽ വന്നു നിൽക്കുകയാണ്. ഒരുപക്ഷെ ആ ഒരു വൈകാരികത കൂടി പങ്കുവെച്ചുകൊണ്ട് പ്രദീപിനെ ഇതേപോലെ ഒരുപാട് വർഷങ്ങളുടെ പരിചയമുണ്ട്. എനിക്കറിയാം പ്രദീപ് എന്തെങ്കിലും ഒരു പരിപാടി പറയുമ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ പ്രദീപിനെ കാണുന്നത്. എല്ലാവരെയും കാണുന്നത് എനിക്ക് തോന്നുന്നു 4 വർഷങ്ങൾക്കോ അല്ലെങ്കിൽ 3 വർഷങ്ങൾക്ക് ശേഷമോ ഇടയ്ക്ക് വരുന്നത് തന്നെ. വാഴ 2, നുണക്കുഴി, ഒരു തെക്കൻ തല്ലുകേസ്, 18+ എന്നീ സിനിമകളുടെ കാസ്റ്റിംഗ് ഡയറക്ടറായ രാജേഷ് നാരായണൻ തന്റെ സിനിമാ അനുഭവങ്ങളും ചേർത്താണ് ക്ലാസ് നയിച്ചത്. രാജേഷ് നാരായണനെ തിയേറ്റർ വില്ലേജ് പ്രസിഡന്റ് രാജൻ പുഷ്പാഞ്ജലി പൊന്നാട ചാർത്തി ആദരിച്ചു. വാഴ 2വിന്റെ ഓഡിഷനിൽ പങ്കെടുത്ത സെറ അനുഭവങ്ങൾ പങ്കുവച്ചു. 2014 മുതൽ നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് ഇതിനകം 50ഓളം നാടകങ്ങൾ അരങ്ങിലെത്തിച്ചിട്ടുണ്ട്.
അടുത്ത മാസം അരങ്ങിലെത്തിക്കുന്ന പാട്ടബാക്കി നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പ് രാജേഷ് നാരായണനും മറ്റ് അതിഥികളും സന്ദർശിച്ച് അഭിനേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ടാൻസാനിയയിലുണ്ടായ വാഹനാപകടത്തിൽ പോർക്കുളം സ്വദേശിയായ യുവാവ് മരിച്ചു. പോർക്കുളം വില്ലേജിന് സമീപം കോതോട്ട് വീട്ടിൽ പരേതനായ ജയരാജന്റെ മകൻ കണ്ണൻ എന്ന തേജസ് ആണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. മെയ് 8-നായിരുന്നു അപകടം. തേജസ് സഞ്ചരിച്ചിരുന്ന ബസ് ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ മറ്റ് രാജ്യക്കാരായ 4 പേരും മരിച്ചിരുന്നു. തേജസിന്റെ മൃതദേഹം വെള്ളിയാഴ്ച രാവിലെ വീട്ടിൽ എത്തിച്ച് സംസ്കാരം പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിൽ നടത്തി. ഷീബയാണ് മാതാവ്. ശ്രീലക്ഷ്മി സഹോദരിയാണ്. പെരുമ്പ്ലാവ് ജംഗ്ഷനിൽ 3 ആഴ്ചയായി കുടിവെള്ള പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നു. റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പെരുമ്പ്ലാവ് ജംഗ്ഷനിൽ റോഡിനരികെ സ്ഥാപിച്ച തൃത്താല പവർട്ടി ശുദ്ധജല പദ്ധതിയുടെ കൂറ്റൻ പൈപ്പുകൾ പൊട്ടി 3 ആഴ്ചയോളമായി കുടിവെള്ളം പാഴാകുന്ന സ്ഥിതിയാണ്. ഇതോടെ റോഡ് സഞ്ചാരയോഗ്യമല്ലാതാവുകയും കാൽനട യാത്രക്കാർ ദുരിതം അനുഭവിക്കുകയും സമീപത്തെ കച്ചവട സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശന മാർഗം തടസ്സപ്പെടുകയും ചെയ്തു. വ്യാപാരികളും നാട്ടുകാരും നിരവധി തവണ വാട്ടർ അതോറിറ്റി അധികാരികളെ ഫോണിൽ വിളിച്ച് അറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ആഴ്ചകൾക്ക് മുൻപാണ് റോഡിന്റെ അടിയിൽ സ്ഥാപിച്ച പൈപ്പ് പൊട്ടി വെള്ളം കിനിഞ്ഞിറങ്ങി റോഡിന്റെ മുകളിലേക്ക് ഒഴുകാൻ തുടങ്ങിയത്. ഈ സമയത്ത് തന്നെ നാട്ടുകാർ ജല അതോറിറ്റിയെ അറിയിച്ചിരുന്നു. ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ മേഖലയാകെ വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥിതിയാണ്. ഇതോടെ റോഡിന്റെ പല ഭാഗങ്ങളും കുതിർന്ന നിലയിലുമാണ്. ഇത് കാൽനട യാത്രക്കാർക്കും ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങൾക്കും ഭീഷണി ഉയർത്തുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് സ്ഥാപിച്ചിരുന്ന ഗുരുവായൂർ കേശവന്റെ കൊമ്പുകൾ ഇളക്കം തട്ടിയത് പുനഃസ്ഥാപിച്ചു. ക്ഷേത്ര അഗ്നിബാധയ്ക്ക് ശേഷം നവീകരണത്തിന്റെ ഭാഗമായി പ്രശസ്ത ദാരുശില്പി എളവള്ളി നാരായണാചാര്യയാണ് കൊമ്പ് സ്ഥാപിച്ചത്. 50 വർഷത്തിന് ശേഷം നാരായണാചാര്യരുടെ മകൻ ശില്പി എളവള്ളി നന്ദനാണ് കൊമ്പ് പുനഃസ്ഥാപിച്ചത്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്ക് കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ തുടക്കമായി. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും ജനപ്രതിനിധികൾ, ആശാവർക്കർമാർ, അങ്കണവാടി ജീവനക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ അണിനിരന്ന റാലിയോടുകൂടിയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കമനീയം കണ്ടാണശ്ശേരി എന്ന പേരിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അധ്യക്ഷനായി. പഞ്ചായത്ത് സെക്രട്ടറി KK രാധാകൃഷ്ണൻ ശുചീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. വൈസ് പ്രസിഡന്റ് CK സുദീപ, സ്ഥിരം സമിതി അധ്യക്ഷരായ VV തിലകൻ, VK ദാസൻ, നിവ്യ റനീഷ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശിവൻ വാഗ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രമിത സജീവൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി CO ആൻഡോ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മറ്റം സെന്ററിൽ ജനപ്രതിനിധികൾ, ആശാവർക്കർമാർ, അങ്കണവാടി ജീവനക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലെ 17 വാർഡുകളിലും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ ചിറക്കുളം നവീകരണം അവസാന ഘട്ടത്തിൽ. കുളത്തിന്റെ 3 ഭാഗങ്ങളിൽ മുൻപ് കരിങ്കൽ ഭിത്തി കെട്ടി ബലപ്പെടുത്തിയിരുന്നു. അവസാന ഭാഗത്തെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അവസാനഘട്ട നിർമ്മാണം നടക്കുന്നത്. കുളത്തിൽ നീന്തൽ പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ നേരത്തെ ഒരുക്കിയിരുന്നു. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കുളത്തിന് ചുറ്റും നടപ്പാതയും ഒരുങ്ങുമെന്ന് പഞ്ചായത്ത് അംഗം സന്തോഷ് കൊളത്തേരി പറഞ്ഞു. കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ വലിയ പൊതുകുളങ്ങളിൽ ഒന്നാണ് ചിറക്കുളം. ചാവക്കാട് എംപവർ ഗ്രൂപ്പിലെ വനിതാ സംരംഭകരുടെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളായി സംഘടിപ്പിക്കുന്ന മഹാസംഗമം സമാപിച്ചു. തിരുവത്ര TM മഹൽ ഹാളിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. എംപവർ കോർഡിനേറ്റർ സീമ അബ്ദുനാസ് അധ്യക്ഷത വഹിച്ചു. നിയുക്ത MLA NK അക്ബർ മുഖ്യാതിഥിയായി. ചടങ്ങിൽ പുതുതായി പുറത്തിറക്കുന്ന സായ ഹെർബൽ സോപ്പ് ഓയിൽ ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിംഗ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഷൈന ജോർജ്, സംഘടനയുടെ ഗുരുവായൂർ നിയോജക മണ്ഡലം ചെയർപേഴ്സൺ രാജശ്രീ, ജില്ലാ കൗൺസിൽ അംഗം ജോജി തോമസ്, എംപവർ കോർഡിനേറ്റർ സജിത ഷിനോജ് എന്നിവർ സംസാരിച്ചു. കോർഡിനേറ്റർമാരായ ഫൗസിയ നജീബ് സ്വാഗതവും KP ജാസ്മിൻ നന്ദിയും പറഞ്ഞു. രാവിലെ 10 മുതൽ രാത്രി 8 വരെയായിരുന്നു എക്സ്പോ.
സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ്, ശിശുരോഗ നിർണയ ക്യാമ്പ്, സൗജന്യ പ്രമേഹ നിർണയ ക്യാമ്പ്, ആയുർവേദ ക്യാമ്പ്, ഫുഡ് കോർട്ട്, ഡ്രസ് മെറ്റീരിയൽസ്, മെഹന്തി, ഹെർബൽ ആൻഡ് ക്ലീനിംഗ് പ്രൊഡക്ട്സ്, കാർഷികോൽപ്പന്നങ്ങൾ, അലങ്കാര ചെടികൾ തുടങ്ങിയ 100-ലധികം സ്റ്റാളുകളാണ് എക്സ്പോയിൽ ഒരുക്കിയിരുന്നത്. കുട്ടികൾക്ക് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ പ്രത്യേക വേദിയുമുണ്ടായിരുന്നു. സ്കൂൾ കിറ്റ്, സ്റ്റേഷനറി, ക്ലീനിംഗ്, അടുക്കളത്തോട്ട സാമഗ്രികൾ എന്നിവയും വിപണിയിൽ സജ്ജീകരിച്ചിരുന്നു. കൂടാതെ ഓരോ മണിക്കൂറിലും നടക്കുന്ന നറുക്കെടുപ്പിലൂടെ സന്ദർശകർക്ക് ആകർഷകമായ സമ്മാനങ്ങളും വിതരണം ചെയ്തിരുന്നു. ഗുരുവായൂർ നഗരസഭയിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പാർത്ഥസാരഥി ക്ഷേത്ര പരിസരവും റെയിൽവേ സ്റ്റേഷൻ റോഡിന്റെ പരിസരവും ശുചീകരിച്ചു. ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ കെ ജ്യോതിരാജ് അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷരായ ബിന്ദു അജിത് കുമാർ, ഷാനി റെജി, വി അനൂപ്, വാർഡ് കൗൺസിലർ ജലീൽ പണിക്കവീട്ടിൽ, ക്ലീൻ സിറ്റി മാനേജർ KC അശോക് എന്നിവർ സംസാരിച്ചു. തൊഴിയൂരിലുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി ചികിത്സാ സഹായം തേടുന്നു. തൊഴിയൂർ പിള്ളക്കാട് നാലകത്ത് റഫീഖിന്റെ മകൻ 17 വയസ്സുള്ള റിഹാനാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. തൊഴിയൂർ കുറുക്കാസ്പടിയിൽ ബുധനാഴ്ച പുലർച്ചെയാണ് 2 ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. തലയ്ക്കും താടിയലിനും ഗുരുതര പരിക്കുള്ള റിഹാൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. വിദ്യാർത്ഥിക്ക് ശസ്ത്രക്രിയ നടക്കാനിരിക്കുകയാണ്. ചികിത്സാ ചെലവുകൾക്കായി വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സാഹചര്യത്തിൽ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കുടുംബം. GPay നമ്പർ 98 95 73 53 76. നമ്പർ ആവർത്തിക്കാം: 98 95 73 53 76. പൈതൃകം ഗുരുവായൂരിന്റെയും കേശാദിപാദം ഗ്രൂപ്പ് മേഴത്തൂരിന്റെയും ആഭിമുഖ്യത്തിൽ നാരായണീയ പാരായണവും ദേവി മഹാത്മ്യ ജപവും നടത്തി. ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു. പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. സ്വാമി സന്മയാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. മേഴത്തൂർ വത്സല, മണലൂർ ഗോപിനാഥ്, ശശികുമാർ കൊടമന, ഡോക്ടർ KB പ്രഭാകരൻ, മുരളി അകമ്പടി, KK വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ കുന്നംകുളം ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ഏജന്റുമാരുടെയും കുടുംബാംഗങ്ങളുടെയും സംഗമം നടന്നു. രാജീവ് ഗാന്ധി മെമ്മോറിയൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് സംഘടനയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റും ബൈജു സ്മാരക സമിതി പ്രസിഡന്റുമായ CG മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. LIC ബ്രാഞ്ച് ചീഫ് മാനേജർ NM വാസുദേവൻ മുഖ്യാതിഥിയായി. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു. സേവ് LIC പ്രൊട്ടക്ട് ഏജന്റ്സ് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ചടങ്ങ് നടന്നത്. ബ്രാഞ്ച് പ്രസിഡന്റ് രാജലക്ഷ്മി അധ്യക്ഷയായി. ഡിവിഷൻ സെക്രട്ടറി TS ഷെനിൽ, ജില്ലാ സെക്രട്ടറി വത്സൻ മാളിയേക്കൽ, ഡിവിഷൻ കമ്മിറ്റി മെമ്പർ അഭിമന്യു, ബ്രാഞ്ച് സെക്രട്ടറി പ്രദീപ്, ബ്രാഞ്ച് ട്രഷറർ ബീന ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളുടെ അവതരണവും ഉണ്ടായി. പ്രോഗ്രാം കൺവീനർ PP ജയ, ചെയർമാൻ സുരേഷ് കടവലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നോയിഡയിലെ തൊഴിലാളി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് CITU ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഐക്യദാർഢ്യ സദസ്സും കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡ് കത്തിച്ച് പ്രതിഷേധവും നടത്തി. ചാവക്കാട് മുനിസിപ്പൽ സ്ക്വയറിൽ CITU സംസ്ഥാന കമ്മിറ്റി അംഗവും നിയുക്ത MLAയുമായ NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. KC സുനിൽ അധ്യക്ഷത വഹിച്ചു. CITU ചാവക്കാട് ഏരിയ പ്രസിഡന്റ് KM അലി മുഖ്യപ്രഭാഷണം നടത്തി. CPM ചാവക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PS അശോകൻ സംസാരിച്ചു. KR ആനന്ദൻ സ്വാഗതവും പ്രിയ മനോഹരൻ നന്ദിയും പറഞ്ഞു. പെരുമ്പ്ലാവ് പൊതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞവും പ്രതിഷ്ഠാദിന ഉത്സവവും തുടങ്ങി. മെയ് 21-നാണ് പ്രതിഷ്ഠാദിനാഘോഷം. തന്ത്രി പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്ര ചടങ്ങുകൾ നടക്കുന്നത്. ഗുരുവായൂർ മണികണ്ഠവാര്യരാണ് യജ്ഞാചാര്യൻ. യജ്ഞദിവസങ്ങളിൽ രാവിലെ 5:30 വിശേഷാൽ പൂജകളോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ലളിതാ സഹസ്രനാമജപം, ഗ്രന്ഥപൂജയ്ക്ക് ശേഷം പാരായണം ആരംഭിച്ചു. 2ാം ദിവസമായ വ്യാഴാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം മാതൃപൂജയും ശനീശ്വര പൂജയും ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് ഉണ്ണിയൂട്ടും നടത്തി. മെയ് 16 ശനിയാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം വിദ്യാഗോപാല മന്ത്രാർച്ചനയും ഉണ്ടാകും. ഞായറാഴ്ച സർവൈശ്വര്യ പൂജയും തിങ്കളാഴ്ച പാർവതി പരിണയവും നടക്കും. ചൊവ്വാഴ്ച രാവിലെ ഗോപൂജയും വൈകിട്ട് സൗന്ദര്യലഹരി കുങ്കുമാർച്ചനയും നടക്കും. പ്രതിഷ്ഠാദിനമായ വ്യാഴാഴ്ച
ബ്രഹ്മകലശാഭിഷേകം, മഹാ ആരതി, ആചാര്യദക്ഷിണ, യജ്ഞപ്രസാദ വിതരണം എന്നിവയും ഉണ്ടായിരിക്കും. സമാപന ദിവസം രാവിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകളും നടക്കും. 25 കലശങ്ങളോടുകൂടിയ ഉച്ചപൂജയും ചുറ്റുവിളക്ക്, തായമ്പക എന്നിവയും ഉണ്ടായിരിക്കും. പ്രതിഷ്ഠാദിന ദിവസം ഉച്ചയ്ക്ക് എല്ലാവർക്കും അന്നദാനവും ഒരുക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെയും കൂട്ടുകൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മഴക്കാല പൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് കെ ജയശങ്കർ നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ.എം. റസാഖ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി അയ്യപ്പ്, സ്ഥിരം സമിതി അധ്യക്ഷരായ MP രാജൻ, ശൈലജ അരുൺദാസ്, മെമ്പർമാർ, കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ KU ജയശ്രീ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് യാഷിഖ്, ഇല്യാസ്, MLSP, ആശാ വർക്കർമാർ, മലങ്കര നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പെരുമ്പില വാക്കിക്കാവിൽ KSRTC ബസും പൈനാപ്പിൾ കയറ്റി വന്ന പെട്ടിയോട്ടയും കൂട്ടിയിടിച്ച അപകടം 2 പേർക്ക് പരിക്കേറ്റു. ചങ്ങരംകുളം സ്വദേശിയായ 19 വയസ്സുള്ള മിഗ്ദാദ്, വെള്ളറക്കാട് ചിറമനങ്ങാട് സ്വദേശിയായ 61 വയസ്സുള്ള ബാബു എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാവിലെ 10:45-നാണ് അപകടം. കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന പെട്ടിയോട്ടോ കയറ്റം കയറുന്നതിനിടെ പിറകിൽ നിന്നെത്തിയ KSRTC ബസ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ പെട്ടിയോട്ടോയിൽ തട്ടുകയായിരുന്നുവെന്നാണ് വിവരം. എന്നാൽ ഓട്ടോയിൽ തട്ടിയ വിവരം ബസ് ഡ്രൈവർ ആദ്യം അറിഞ്ഞിരുന്നില്ല. നിയന്ത്രണം നഷ്ടപ്പെട്ട പെട്ടിയോട്ടോ റോഡിലേക്ക് മറിയുന്നത് കണ്ടാണ് ബസ് ഡ്രൈവർക്ക് അപകടം സംഭവിച്ച കാര്യം മനസ്സിലായത്. തുടർന്ന് ബസ് മുന്നോട്ട് മാറ്റി നിർത്തി. അപകടത്തിൽ പെട്ടിയോട്ടോയിലുണ്ടായിരുന്ന യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. ബസ് തട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ടുമറിഞ്ഞ പെട്ടിയോട്ടോ റോഡരികിൽ പ്രവർത്തിച്ചിരുന്ന ജ്യൂസും ഇളനീരും വിൽക്കുന്ന തട്ടുകടയിലേക്കാണ് പാഞ്ഞുകയറിയത്. ഇതേ തുടർന്ന് കടയിലുണ്ടായിരുന്നയാൾക്കും പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ ഉടൻ തന്നെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂരിൽ പാമ്പ് കടിയേറ്റ് 5 കോഴികൾ ചത്തു. തൊഴിയൂർ ചാലപ്പുറത്ത് സേതുവിന്റെ വീട്ടിലെ കോഴികളാണ് ചത്തത്. രാവിലെ കോഴിക്കൂട്ടിൽ നിന്ന് കോഴികളുടെ അസ്വാഭാവികമായ കരച്ചിൽ കേട്ട് വീട്ടുകാർ എത്തിയപ്പോൾ പാമ്പ് ചീറ്റുന്നുണ്ടായിരുന്നു. കൂട് തുറന്നു നോക്കിയപ്പോഴാണ് 4.5 അടി നീളമുള്ള മൂർഖനെ കണ്ടത്. മുട്ടയിടാറായ 5 കോഴികളാണ് ചത്തത്. സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ എത്തി പാമ്പിനെ പിടികൂടി വനവകുപ്പ് അധികൃതർക്ക് കൈമാറി. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിനെ തിമിരവിമുക്ത പഞ്ചായത്താക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ മുഴുവൻ വാർഡുകളിലും സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. കാഴ്ച 2026 എന്ന പേരിൽ നടത്തുന്ന ക്യാമ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം മെയ് 17 രാവിലെ 9 മണിക്ക് പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ നിർവഹിക്കും. തുടർന്ന് അടുത്ത ദിവസം മുതൽ എല്ലാ വാർഡുകളിലും വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ക്യാമ്പ് നടക്കും. പദ്ധതിയുടെ ഭാഗമായി ക്യാമ്പിൽ പങ്കെടുക്കേണ്ടവർ അതത് വാർഡ് മെമ്പർമാരെ ബന്ധപ്പെടണമെന്നും വൈസ് പ്രസിഡന്റ് മിനി ടീച്ചർ, സ്ഥിരം സമിതി അധ്യക്ഷരായ കെ.എം. റസാഖ്, MP രാജൻ, ശൈലജ അരുൺദാസ് എന്നിവർ അറിയിച്ചു. SSLC പരീക്ഷയിൽ മികച്ച വിജയം സ്വന്തമാക്കിയ പെങ്ങാമുക്ക് ഹൈസ്കൂളിനെ അഭിനന്ദനങ്ങളുമായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ, വാർഡ് മെമ്പർ സന്ധ്യ ഷിബു, ഹെഡ്മാസ്റ്റർ CJ ഷനോജ് മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. തുടർച്ചയായി 9ാം വർഷമാണ് വിദ്യാലയം 100 മേനി വിജയം നേടുന്നത്. കുന്നംകുളം മനസ്സ് ഫോട്ടോ ക്ലബിന്റെ ജനകീയ പുരസ്കാര സമർപ്പണവും വിധവാ സ്നേഹസംഗമവും മെയ് 16 ശനിയാഴ്ച ഉച്ചയ്ക്ക് 3:30 ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. സമ്മേളനം റിട്ടയർഡ് ജസ്റ്റിസ് B. കമാൽ പാഷ ഉദ്ഘാടനം ചെയ്യും. മനസ്സ് ഫോട്ടോ ക്ലബ് ചെയർമാൻ ജയപ്രകാശ് ഇലവന്ത്ര അധ്യക്ഷത വഹിക്കും. വാസ്തുവിദ്യാ കുലപതി കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യാതിഥിയാകും. കുന്നംകുളം നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് മുഖ്യ പ്രഭാഷണം നടത്തും. തൃശൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ പനക്കൽ സ്നേഹ സന്ദേശം നൽകും. ഡോക്ടർ CJ ജോസ്, സെബാസ്റ്റ്യൻ ചൂണ്ടൽ, പ്രിയ ജിന്നി, വിശ്വനാഥൻ ചുള്ളിയിൽ, ഷാജൻ കുന്നംകുളം, രവീന്ദ്രൻ പൂഴിക്കുന്നത്ത് എന്നിവരെയാണ് ഇക്കുറി ഉപഹാരം നൽകി ആദരിക്കുന്നത്. ബദനി സ്കൂൾ മാനേജർ ഫാദർ സക്കറിയ OIC, സിനിമാ നിർമ്മാതാവ് നെൽസൺ അയ്യപ്പ്, സിനിമാ താരം നന്ദകിഷോർ, മാധ്യമപ്രവർത്തകൻ C. ഗിരീഷ് കുമാർ, മനസ്സ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൈമൺ E. ജോസഫ്, വിധവാ സംഘം രക്ഷാധികാരി സത്യഭാമ വിശ്വനാഥൻ, വിധവാ സംഘം കുന്നംകുളം മേഖലാ പ്രസിഡന്റ് കുമാരി T. ചന്ദ്രൻ, മനസ്സ് കുന്നംകുളം മേഖലാ പ്രസിഡന്റ് സത്യൻ സംഗീത, തൃശൂർ മേഖലാ പ്രസിഡന്റ്
രമേശ് ഒളരി, അയ്യപ്പൻ പനങ്ങാട്ട്, മനസ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് കൺവീനർ സുനിത ഷൈജൻ തുടങ്ങിയവർ സംസാരിക്കും. കമ്പിപ്പാലം കുട്ടൻ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആഭിമുഖ്യത്തിൽ അഖില കേരള വൺ ഡേ സെവൻസ് ഫ്ലഡ് ഫുട്ബോൾ ടൂർണമെന്റ് ശനിയാഴ്ച നടക്കും. വൈകിട്ട് 7 മണി മുതൽ കടവല്ലൂർ പഞ്ചായത്ത് മൈതാനിയിലാണ് മത്സരങ്ങൾ. കുന്നംകുളം സർക്കിൾ ഇൻസ്പെക്ടർ SR സനീഷ് ഉദ്ഘാടനം ചെയ്യും. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CG രഘുനാഥ് തുടങ്ങിയവർ പങ്കെടുക്കും. ടൂർണമെന്റിലെ ആദ്യ 2 സ്ഥാനക്കാർക്ക് യഥാക്രമം 23,001 രൂപ, 12,001 രൂപയും ട്രോഫിയും സമ്മാനമായി നൽകും. ജനവാസ മേഖലയിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളുന്നു. കടവലൂർ കല്ലമ്പുറം സെന്ററിന് സമീപം കാരാക്കുളം റോഡിലാണ് രാത്രിയുടെ മറവിൽ കവറിൽ കെട്ടിയ നിലയിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ പ്ലാസ്റ്റിക് കവറുകളിൽ മാംസാവശിഷ്ടങ്ങളും വെള്ളക്കുപ്പികളും മയോണൈസ്, ടൊമാറ്റോ പേസ്റ്റ് എന്നിവയുടെ കവറുകളും കണ്ടെത്തിയതായി പ്രദേശവാസികൾ പറഞ്ഞു. സ്വകാര്യ സ്കൂളും കടകളും ഒക്കെയുള്ള പ്രദേശമാണിത്. പരിസരവാസികൾക്കും വലിയ ബുദ്ധിമുട്ടാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. സംഭവം പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും രാത്രിയുടെ മറവിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെ കണ്ടെത്തുവാൻ ആവശ്യമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും നാട്ടുകാർ പറഞ്ഞു. SFI മണലൂർ ഏരിയ പഠന ക്യാമ്പ് ആരംഭിച്ചു. പെരുവല്ലൂർ ഡോക്ടർ അംബേദ്കർ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ക്യാമ്പ് SFI ജില്ലാ സെക്രട്ടറി T അഭിജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് PG സൂരജ് അധ്യക്ഷനായി. CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PG സുബിദാസ്, ഗീത ഭരതൻ, DYFI ബ്ലോക്ക് സെക്രട്ടറി K സച്ചിൻ, SFI ഭാരവാഹികളായ അതുൽ കൃഷ്ണ, K അസൽ, PS ഋതു കൃഷ്ണ എന്നിവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ US റുദ്ദീൻ, PG സുബിദാസ്, ഡോക്ടർ C മധുസൂദനൻ, AR അജയരാജ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിക്കും. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,675 രൂപ, സ്വർണം പവന് 1,17,400 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 290 രൂപ. ചർമ്മം പഴഞ്ഞി ചെറുതുരുത്തി തോട്ടുപുറത്ത് ബാലൻ ഭാര്യ ജാനകി നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് തിരുവല്ലാമല ഐവറമഠം ശ്മശാനത്തിൽ നടത്തി. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയായി VD സതീശനെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചതിൽ മൗനം വെടിഞ്ഞ് മുതിർന്ന കോൺഗ്രസ് നേതാവും നിയുക്ത MLAയുമായ രമേശ് ചെന്നിത്തല കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശനെ നിശ്ചയിച്ച ഹൈക്കമാൻഡ് തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും 10 വർഷക്കാലത്തെ LDF ഭരണത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്തമാണ് UDF സർക്കാരിന് ഉള്ളത് എന്നും ചെന്നിത്തല. സംസ്ഥാനത്ത് ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. 4,14,290 വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. 30,514 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും A+ സ്വന്തമാക്കി. വിജയ ശതമാനത്തിലും ഫുൾ A+ നേടിയവരുടെ ആകെ എണ്ണത്തിലും കുറവ്. പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചു. ലിറ്ററിന് 3 രൂപയാണ് കൂടിയത്. 5 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്നായിരുന്നു എണ്ണ കമ്പനികളുടെ ആവശ്യം. CNG വില കിലോയ്ക്ക് 2 രൂപയും വർദ്ധിപ്പിച്ചു. ജനങ്ങളുടെ പ്രതീക്ഷ നിറവേറ്റിക്കൊണ്ട് ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള പദ്ധതികൾ UDF സർക്കാർ നടപ്പിലാക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും നിയുക്ത MLAയുമായ K മുരളീധരൻ. തർക്കങ്ങളെല്ലാം പരിഹരിച്ച് ടീം UDF ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും മുരളീധരൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.